നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ദേശീയപാതയിൽ ബേവിഞ്ചയിൽ കുന്നിടിഞ്ഞു വീണ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാസർഗോഡ് കനത്ത മഴ തുടരുന്നു. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. കുമ്പളയിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂരയും പെരിയയിൽ വൻമരവും കടപുഴകി റോഡിലേക്ക് പതിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ 10ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിലും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് വാട്സാപ്പിലൂടെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. ദേലമ്പാടിയിലെ അൽമദീന ഹൌസിലെ അബ്ദുള്ളയുടെ മകൾ ഖദീജത്ത് ഷമീമയുടെ പരാതിയിൽ ആദൂർ പോലീസ് കേസെടുത്തു. ഭർത്താവ് ബേവിഞ്ച കടമ്പു ഹൌസിലെ ബി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ബോധവൽക്കരണവുമായി സാമൂഹ്യനീതി വകുപ്പ്. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. IT വകുപ്പിന്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റ് വകുപ്പുകളുടെ കടന്നുകയറ്റം അക്ഷയ പദ്ധതിയെ നാശത്തിലെത്തിക്കുമെന്ന് ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ. സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ജില്ലാ സമ്മേളനം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല OP നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് BB പ്രദീപ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ദേശീയപാതയിൽ ബേവിഞ്ചയിൽ കുന്നിടിഞ്ഞു വീണ് അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കും ഇടയിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ബേവിഞ്ചയിലാണ് സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിലേക്ക് പതിച്ചത്. പ്രദേശത്ത് അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് ആരോപിച്ച് നാട്ടുകാർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു വരുന്നതിനിടെയാണ് സംഭവം. അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്കും മുൻപ് ഇതുവഴി സ്വകാര്യ ബസ് കടന്നുപോയിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. സംരക്ഷണ ഭിത്തി തകർന്നതോടെ ഇതിന് സമീപത്തായുള്ള വീടുകൾ അപകട ഭീഷണി നേരിടുന്നു. നേരത്തെ ഇതിന് സമീപത്തായി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. മലവെള്ളപ്പാച്ചിലുണ്ടായതും ഇതിന് സമീപത്ത് തന്നെയാണ്. ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് ഇവിടെ കൂടുതൽ സംരക്ഷണ ഭിത്തികൾ. 7 കിലോമീറ്ററിലാണ് അപകട ഭീഷണി നിലനിൽക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാലാണ് നടപടി. ഇതുവഴി ആംബുലൻസ്, അടിയന്തര സേവന വാഹനങ്ങൾ എന്നിവ മാത്രം നിയന്ത്രിതമായി കടന്നുപോകാൻ അനുവദിക്കും. ചന്ദ്രഗിരി പാലം വഴിയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടത്. പ്രദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കാസർഗോഡ് കനത്ത മഴ തുടരുന്നു. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. കുമ്പള ടൗണിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂരയും പെരിയയിൽ വൻ മരവും കടപുഴകി റോഡിലേക്ക് പതിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ 10ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. 2 ദിവസത്തിലധികമായി കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കുടക് വനപ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നതിനാൽ തേജസ്വിനി പുഴയുടെ സമീപമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. നീലേശ്വരത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഇവിടെ നിന്ന് 200-ലധികം കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയാണ്. തേജസ്വിനി പുഴയിൽ കരകവിഞ്ഞൊഴുകിയതോടുകൂടി ഈ പ്രദേശത്ത് ഏകദേശം 200ഓളം വീടുകൾ ഉള്ള ഒരു പ്രദേശമാണ് പൊടത്തുരുത്തി ദ്വീപ്. ഈ പൊടത്തുരുത്തി ദ്വീപിൽ നിന്ന് 6ഓളം കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ടോടുകൂടി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള ചാത്തമത്ത്, അതുപോലെ കാര്യങ്കോട് മേഖലകളിൽ നിന്നും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി തന്നെ വെള്ളം ഉയരാനുള്ള സാധ്യതയാണുള്ളത്.
അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. കേരളത്തിൻ്റെ ഈ കർണാടക വനാതിർത്തിയോട് ചേർന്ന മേഖലകളിലും അതുപോലെ തന്നെ കർണാടക വനത്തിലും പെയ്യുന്ന മഴ, തലക്കാവേരി ഫോറസ്റ്റിലടക്കം പെയ്യുന്ന മഴ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമാവുന്നത്. നീലേശ്വരം തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. കാഞ്ഞങ്ങാട് അരയി പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറങ്ങാടി അരയി വഴി ഗതാഗതം നിരോധിച്ചു. മഞ്ചേശ്വരം, പുത്തികെ, മധൂർ, ഉപ്പള പുഴകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരുകരകളിലുമുള്ളവർക്ക് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം ശക്തമായ കാറ്റിൽ കുമ്പളയിൽ കെട്ടിടത്തിലെ മുകളിൽ നിന്ന് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു. പെരിയയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. പുലർച്ചെ വൻ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള തീരദേശ പ്രദേശങ്ങളിലും കടൽക്ഷോഭം അനുഭവപ്പെട്ടു. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 10 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ദേശീയപാത ചട്ടഞ്ചാൽ ചെർക്കള റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വരും മണിക്കൂറുകളിലും ശക്തമായ മഴയും കാറ്റും കടൽക്ഷോഭവും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. മഴ കനത്തതോടെ അജാനൂർ പഞ്ചായത്തിലെ വാർഡ് 15, 16, 17, 18, 19, 20 വാർഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഏകദേശം 109ഓളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല വീടുകളിലും തറയോളം വെള്ളം എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇട്ടമ്മൽ, മത്തായിമുക്ക്, കൊളവയൽ, കടപ്പുറം എന്നിവിടങ്ങളിലുള്ള ജനങ്ങൾ ഏറെ ദുരിതം പേറുകയാണ്. 10ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴ രൂക്ഷമായി തുടർന്നാൽ ക്യാമ്പ് ആരംഭിക്കുമെന്ന് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി വീടുകളിൽ വ്യാപകമായ നിലയിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ അജാനൂർ, കടപ്പുറം, അതുപോലെ തന്നെ മത്തായിമുക്ക്, കാറ്റാടി, ഇട്ടമ്മൽ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി 100ഓളം വീടുകളിൽ ഇതിന് തറക്ക് സമാനമായ നിലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 10ഓളം കുടുംബങ്ങളിപ്പോൾ അവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിച്ചിരിക്കുകയാണ്. കനത്ത മഴ തുടർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉൾപ്പെടെ തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. വലിയ ഒരു ദുരിതം പേറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ പ്രദേശത്ത് നിലവിലുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഞ്ചായത്തിന്റെ അധികൃതരും വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കോത്ത് പട്ടണത്തിനടുത്തുള്ള പുതിയ വളപ്പിലെ ശാരദയുടെ വീട്ടിൽ വെള്ളം കയറി. വെള്ളിക്കോത്ത് ടൗണിലെ മഴവെള്ളങ്ങൾ തങ്ങളുടെ പറമ്പിലെത്തുന്നതിന്റെ ഭാഗമായാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്നും ഇവർ പറയുന്നു. ഇത് കുറേ വർഷങ്ങളായിട്ടാണ് പിന്നെ ഈ വെള്ളക്കെട്ടിനെ കാണുന്നത്. അത് വെള്ളിക്കോത്തുനിന്ന് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഉപരിയാലയിലൂടെ വന്ന് നമ്മളപ്പുറത്ത് ആ കിളയിലേക്ക് വീണ് ആ കിളയിൽ ഇങ്ങോട്ട് മറിയുന്നതാണ്. ആ വെള്ളം നമ്മൾ പറമ്പിലേക്ക് വരും. പറമ്പിൽ വന്നിട്ട് അതിലൂടെ കെട്ടിക്കിടക്കും. അപ്പോൾ അതിൻ്റെ നേരെ തൊട്ടടുത്തുള്ള പറമ്പ് പിന്നെ അത് അങ്ങോട്ട് അതിലൂടെ പോകാൻ വേണ്ടി ഒരു വഴി പണ്ട് വെച്ചതായിരുന്നു. അവൻ വലിയ മതിൽ കെട്ടി, വലിയ മതിൽ ആ മതിൽ കെട്ടി അവൻ അപ്പുറം കോൺക്രീറ്റ് ചെയ്ത് ഈ ഓൾസ് അടക്കുകയും ചെയ്തു. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം നമ്മളൊരു പഴയ വീടാണ്. അപ്പോൾ അത് ഈ കുറ്റിങ്ങനെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ഇവർ പറഞ്ഞു. അപകട സാധ്യത ഏറെയുള്ള വീട്ടിൽ ഭയത്തോടെയാണ് ഞങ്ങൾ കഴിയുന്നതെന്നും ഇവർ പറയുന്നു. നോർത്ത് കൊട്ടിച്ചേരി സിറ്റി ചാനലിന് സമീപം കുഞ്ഞുപാത്തുവിന്റെ വീട്ടിലും വെള്ളം കയറി. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേലമ്പാടിയിൽ വാട്സാപ്പിലൂടെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. അൽമദീന ഹൌസിലെ ഖദീജത്ത് ഷമീമയുടെ പരാതിയിൽ ആദൂർ പോലീസ് കേസെടുത്തു. ഭർത്താവ് ബെലിഞ്ച കടമ്പു ഹൌസിലെ ബി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. ഖദീജത്ത് ഷമീമ എന്നവളെ ഞാൻ തലാക്ക് ചെല്ലുന്നു. തലാക്ക് 1 വട്ടം, തലാക്ക് 2 വട്ടം, തലാക്ക് 3 വട്ടം. ഇതിനെ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലായ?
എന്നെ വിളിക്കാൻ കഴിയില്ല, മെസ്സേജ് അയക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ ബൈ, എനിക്ക് എൻ്റെ ബൈ. ഞാൻ അന്നേ പറഞ്ഞിനി. ഓക്കെ. കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി ദേലമ്പാടിയിലെ അൽ മദീന ഹൌസിലെ അബ്ദുള്ളയുടെ മകൾ ഖദീജത്ത് ഷമീമയുടെ പരാതിയിലാണ് ആദൂർ പോലീസ് കേസെടുത്തത്. ഭർത്താവ് ബെലിഞ്ച കടമ്പു ഹൌസിലെ ബി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. 2018 മാർച്ച് 18 ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹ സമയത്ത് 25 പവൻ സ്വർണം നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ജൂൺ 13 രാത്രി 11:30 ഭർത്താവ് അബുദാബിയിൽ നിന്ന് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം വഴി 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഖദീജത്ത് ഷമീമ ആദൂർ പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ജില്ലാതലത്തിൽ വയോജന അതിക്രമ ബോധവൽക്കരണ ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ലോകവ്യാപകമായി ഇങ്ങനെ മുതിർന്ന പൗരന്മാരുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുക, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്നാൽ അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെല്ലാം ഈ കേൾക്കാൻ വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു പ്രയാസവും അല്ലെങ്കിൽ അലട്ടുമില്ലാതെ ഈ മുതിർന്ന പൗരന്മാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ട സമൂഹത്തിലെ മറ്റ് കുടുംബങ്ങളിലെ ആളുകൾ, സമൂഹത്തിലെ ആളുകൾ താരതമ്യേന ചെറുപ്പക്കാരാണ്. അവർക്കാണ് നല്ല ബോധവൽക്കരണം വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ബോധവൽക്കരണത്തിലൂടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കളയാമെന്നും നമുക്ക് കരുതണ്ട. അതൊക്കെ നമുക്ക് പറയാം. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. ജില്ലാ വയോജന കമ്മിറ്റി അംഗങ്ങളായ N കുഞ്ഞികൃഷ്ണൻ, BT കാർത്യായനി, തമ്പാൻ മേലത്ത്, വയോജന സംഘടനാ നേതാക്കളായ ബാലൻ ഉളിക്കൽ, TG ഗംഗാധരൻ മാസ്റ്റർ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. പരിപാടിക്ക് ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ആര്യ P രാജ് KS സ്വാഗതവും സീനിയർ സൂപ്രണ്ട് അബ്ദുള്ള M നന്ദിയും പറഞ്ഞു. തുടർന്ന് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യമെന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ജൂനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണനും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം എന്ന വിഷയത്തിൽ കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീജിത്ത് എയും വയോജനങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ ക്ലർക്ക് രഘുനാഥൻ PKയും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വയോജന സംഘടനാ പ്രതിനിധികളും സായം പ്രഭ ഹോമിൽ നിന്നുള്ളവരും പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. നൂതന സാങ്കേതിക വിദ്യകളും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും അച്ചടി മേഖലയിലേക്ക് കടന്നുവന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതകൾ ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായും ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ടു വരണമെന്നും കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തകർച്ചയുടെ വക്കിലായ മേഖലയുടെ നിലനിൽപ്പിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്ന മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് TP അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പല സംഘടനകളിലും സംഘടന തുടങ്ങും, 2-3 വർഷങ്ങൾ പോവും, അല്ലെങ്കിൽ 4-5 വർഷവും പിന്നീട് അതിനകത്ത് വലിയ രീതിയിലെ വിഘടനവാദവും പ്രയാസങ്ങളും ഉണ്ടായി ആ സംഘടന പിളരുകയും വേറെ പല സംഘടനകളായി ഉപസംഘടനകളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് നമുക്കത് വളരെ ശ്ലാഘനീയമാണ്. അത് പറഞ്ഞു പോയേ മതിയാവുള്ളൂ. കാരണം ഇതിൻ്റെ സംസ്ഥാന തലം മുതൽ ഇങ്ങോട്ടുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന അല്ലാതിരുന്നിട്ട് പോലും രാഷ്ട്രീയ പാർട്ടികളിലേക്കാളും അധീനമായിട്ടുള്ള ചിട്ടയോടുകൂടി
പ്രവർത്തനം നടത്തിപ്പോകുന്ന ഒരു സംഘടനയാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് അഹമ്മദ് മുഖ്യാതിഥിയായി സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് എം ജയറാം അധ്യക്ഷത വഹിച്ചു. KPA കൈത്താങ് പദ്ധതി ചെയർമാൻ സിബി കൊടിയംകുന്നേൽ, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, മേഖലാ സെക്രട്ടറി GP ജിതേന്ദ്രകുമാർ, ഷംസീർ, റീജിത് K, രാജേഷ് K എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ N കേളു നമ്പ്യാർ സ്വാഗതവും K രാജേഷ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി GP ജിതേന്ദ്രകുമാറിനെ പ്രസിഡന്റായും, K പ്രഭാകരൻ, B ഷംസീർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, T ശശിയെ സെക്രട്ടറിയായും, K രാജേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും, K റീജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. IT വകുപ്പിന്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റ് വകുപ്പുകളുടെ കടന്നുകയറ്റം അക്ഷയ പദ്ധതിയെ നാശത്തിലെത്തിക്കുമെന്ന് ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ. സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ജില്ലാ സമ്മേളനം കാസർഗോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കേരളത്തിലെ IT വകുപ്പിന്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റു വകുപ്പുകളുടെ കടന്നുകയറ്റം സർക്കാരിന്റെ സ്വന്തം ജനസേവന കേന്ദ്രമായ അക്ഷയ കേന്ദ്രങ്ങളുടെ നാശത്തിന് കാരണമായി തീരുന്നുവെന്ന് ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ജില്ലാ സമ്മേളനം കാസർഗോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെയും നമുക്ക് കിട്ടിയത് ഒരു വിഷമകരമായ കാര്യമാണ്. അഡ്വക്കേറ്റ് പറഞ്ഞ ആ ഒരു കാര്യം, അതായത് കോടതി ഒരിക്കലും റേറ്റ് ചാർട്ട് കൂട്ടിത്തരാൻ പറയാൻ അവർക്ക് കഴിയില്ല എന്ന ആ ഒരു വാക്ക് എൻ്റെ അപ്പോഴുള്ള ബുദ്ധിയിൽ ഒരു ചോദ്യചിഹ്നമായി കിടന്നു. ഭാഗ്യമോ എന്നറിയില്ല, അടുത്ത ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. പ്രീ പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സിന് 7,000 രൂപയിൽ നിന്നും 22,000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അവിടുത്തെ ആയമാർക്ക് 4,000 രൂപയിൽ നിന്നും 22,000 രൂപയായി, അവർക്ക് 27,000 രൂപയായിട്ടും ഇവർക്ക് 22,000 രൂപയായിട്ടും കോടതി നിശ്ചയിച്ച ഉത്തരവുണ്ടായി. ഞാൻ ആ പേപ്പർ കട്ടിങ്സ് എടുത്തു. ഞാൻ അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, സാർ ഇത് കോടതിയല്ലേ പറഞ്ഞിരിക്കുന്നത്? സാറ് പറഞ്ഞു കോടതി ഒരിക്കലും റേറ്റ് അവർക്ക് കൂട്ടിക്കൊടുക്കില്ല. അക്ഷയ കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിന്റെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് അക്ഷയ സംരംഭകർക്ക് മാത്രമല്ലെന്നും അതിന്റെ നേട്ടം സർക്കാരിനും ജനങ്ങൾക്കും കൂടി ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ അക്ഷയ കേന്ദ്രങ്ങളെ കൂടെ ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വർഷങ്ങളായി കേരളത്തിലെ അക്ഷയ സംരംഭകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്ഷയ സേവന നിരക്ക് കാലാനുസൃതമായി പരിഷ്കരിക്കാൻ സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഫേസിന് മുന്നോട്ടു പോകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ് അംഗമായ അക്ഷയ സംരംഭക സാവിത്രിയുടെ അകാല നിര്യാണത്തിലും വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്കും വേണ്ടി യോഗം അനുശോചനം രേഖപ്പെടുത്തി. കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ നടന്ന ഫേസ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PDA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഫേസ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AP മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ മുണ്ടാണി നിർവഹിച്ചു. ഫേസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് K റാം പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഫേസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സാംബു KS സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഫൈസൽ A നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി PDA റഹ്മാനെ പ്രസിഡന്റായും, പ്രമോദ് K റാമിനെ സെക്രട്ടറിയായും, മഞ്ജുഷ PVA ട്രഷററായും, സാബു KS, ഫൈസൽ A, ദയാനന്ദ മാഡ P എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സുധിൽ കുമാർ, KV അരവിന്ദ് K, രവീന്ദ്രൻ T എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല OP നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് BB പ്രദീപ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല OP നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടറെയും മറ്റു ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത്.
കഴിഞ്ഞ ദിവസം 25ഓളം ഡോക്ടർമാരെ പകരം സംവിധാനമില്ലാതെ സ്ഥലം മാറ്റുകയും കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇപ്പോഴും OP മാത്രമായി ശൈശവാവസ്ഥയിൽ കിടക്കുകയാണെന്നും ടാറ്റ ആശുപത്രി പൊളിച്ചുകളയുകയും മറ്റ് ആശുപത്രികളിൽ ഡോക്ടർമാരും ജീവനക്കാരും അനുബന്ധ സേവനങ്ങളും ലഭിക്കാതെ രോഗികളെ പുറത്താക്കി നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും DCC വൈസ് പ്രസിഡന്റ് BB പ്രദീപ് കുമാർ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇന്നലെ അറിഞ്ഞൊരു വിവരം എന്ന് പറയുന്നത് ഏതാണ്ട് 7ഓളം ജീവനക്കാരെ അവിടെ നിന്നും ജില്ലാ ആശുപത്രി ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പ്രവർത്തനം ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ഗൈനക്കോളജി പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെയുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്കുള്ള ഡോക്ടർമാരെ ഉൾപ്പെടെ കൊണ്ടുവന്നത് ഇവിടെ കോവിഡ് കാലത്ത് ടാറ്റ നമുക്ക് തന്ന ആശുപത്രി, ആ ആശുപത്രി പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ഇവിടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് വർക്ക് അറേഞ്ച്മെന്റ് എന്ന രീതിയിൽ മാറ്റി നിയമിച്ചിട്ടുള്ളത്. അപ്പോഴും ഇവിടെ തസ്തിക സൃഷ്ടിച്ചതും നിയമനം നടത്തി എന്ന് പറയുന്നതിനപ്പുറത്ത് പൂർണ്ണമായ രീതിയിൽ അവിടേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ആശങ്ക നിറഞ്ഞൊരു കാര്യമാണ്. ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയോട് ഇതിൻ്റെ ഉദ്ഘാടനം തൊട്ട് ഈ സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അലംഭാവമാണ് എന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജീവനക്കാരെ ജില്ലാശുപത്രിയിൽ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നതായി അറിയാൻ കഴിഞ്ഞത്. ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ലയോട് ഇടത് സർക്കാരും ആരോഗ്യമന്ത്രിയും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കപ്പിത്താൻ, രോഹിത് ഏറുവാട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ വിനീത് HR, അനൂപ് ഓർച്ച, സിജോ അമ്പാട്ട്, രാഹുൽ നാർക്കാല, പത്മകുമാർ കൊടവലം, റഷീദ് നാലക്കര, വരുൺ രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത R നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദീപം തെളിയിക്കുകയും മരണമടഞ്ഞ രഞ്ജിത R നായരെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ച് ഉപ്പിലിക്കൈ NSS കരയോഗം. യോഗത്തിൽ P രാമകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത R നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദീപം തെളിയിക്കുകയും മരണമടഞ്ഞ രഞ്ജിത R നായരെ അപമാനിച്ച ആനന്ദാശ്രമത്തെ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ച് ഉപ്പിലിക്കൈ NSS കരയോഗം. യോഗത്തിൽ P രാമകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. മനോജ് ഉപ്പിലിക്കൈ, വിജയൻ ഉപ്പിലിക്കൈ, ശ്രീധരൻ നായർ EV, ടി രമേശൻ നായർ, മോഹനൻ TV, സരോജ P, രത്നകുമാരി EV, ചന്ദ്രിക V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയിൽ തൃക്കരിപ്പൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും തീരമേഖല വെള്ളക്കെട്ടിൽ മുങ്ങി. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായി. തീരദേശ മേഖലയിലൂടെ കടന്നുപോകുന്ന ഗ്രാമീണ റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ ഇരുഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ യാത്ര മുടങ്ങിയ നിലയിലാണ്. ടാറിംഗ് റോഡുകൾ പലയിടങ്ങളിലും 3 അടിയിലധികം വെള്ളം ഉയർന്ന വെള്ളക്കെട്ട് ദിവസങ്ങളായി തുടരുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയ്ക്ക് ശമനമില്ലാതെ വെള്ളക്കെട്ടിന് പരിഹാരമാവില്ല എന്നത് ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് OTC കാപ്പുകുളം റോഡ്, തൃക്കരിപ്പൂർ നിലമ്പം തട്ടിൽ റോഡ്, മീലയാട്ട് കിഴക്കേക്കര അംബേദ്കർ റോഡ്, പേക്കടം തട്ടിൽ റോഡ്, മുജമ്മൽ ആണ്ടേൽ റോഡ്, എടാട്ടുമ്മൽ കുണിയൻ റോഡ് എന്നിവയെല്ലാം വെള്ളത്തിനടിയിലായി. നിലമ്പം തട്ടിൽ റോഡിൽ ഇരുഭാഗത്തെയും വയലുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് റോഡിലൂടെ നിറഞ്ഞ് ഒഴുകുകയാണ്. കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. തിങ്കളാഴ്ച പുലർച്ചെ മീലിയാട്ട് കിഴക്കേക്കര അംബേദ്കർ കോളനി റോഡിലെ ചെമ്മങ്ങാട്ട് യശോദയുടെ വീടിന്റെ അടുക്കളയിലേക്ക് വെള്ളം ഇരച്ചു കയറി. റോഡ് കവിഞ്ഞെത്തിയ വെള്ളം വീട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലാണുള്ളത്. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് 9-ാം വാർഡിൽപ്പെടുന്ന OTC കാപ്പുകുളം റോഡിലെ ടൈലർ AV സുധാകരൻ, പെയിന്റർ V രമേശൻ, K നബീസ, K ഖദീജ തുടങ്ങിയവരുടെ വീട്ടിലേക്ക് വെള്ളം കയറി.
സുധാകരന്റെ വീട്ടുവളപ്പിലെ ചുറ്റുമതിൽ തകർന്നു വീണു. വീടിന് സമീപത്തെ വർക്ക്ഷെഡ് പൂർണ്ണമായും വെള്ളം കയറി ഫർണിച്ചറുകളും മര ഉരുപ്പടികളും തയ്യൽ മെഷീനുകളും നശിച്ചു. പെയിന്റർ രമേശൻ വീട് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്. തൃക്കരിപ്പൂർ, വെള്ളാപ്പ്, മീലയാട്ട് നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഇതോടൊപ്പം കയ്യൂർ, ചീമേനി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാങ്കിംഗ് മേഖലയിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യം AKBEF കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ് കാർഷിക വികസന ബാങ്ക് ഹാൾ വെച്ചാണ് നടന്നത്. ആനന്ദ് MK അധ്യക്ഷത വഹിച്ച ചടങ്ങ് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ നികത്താൻ യഥാസമയം ആളുകളെ നിയോഗിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ജീവനക്കാരായി അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖല പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. സാങ്കേതിക വിദഗ്ധന്മാരിൽ സാങ്കേതിക വൈദഗ്ധ്യമൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ ടെക്നോളജിയുടെ വരവിന് ശേഷമുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള വാദം ഒരു പുറത്ത് നടക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിലെ സ്വകാര്യവൽക്കരണം തടയണമെന്നും ആവശ്യമുള്ള റിക്രൂട്ട്മെന്റ് നടത്തണമെന്നുമുള്ള പ്രമേയം പാസാക്കി. AKBEF ജനറൽ സെക്രട്ടറി B രാംപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. EV മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഹേഷ് K വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. AR സുജിത് രാജു, CK ജയപ്രകാശൻ, RT യാദവ്, PS ഹരികൃഷ്ണൻ, സന്തോഷ് കുമാർ, N വിനോദ് കുമാർ, KN പ്രകാശൻ, KV ഗംഗാധരൻ, അതിനൻ KN, P ലത, YMC ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. സന്തോഷ് P നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ചെയർമാനായി PV സുബ്രഹ്മണ്യനെയും വൈസ് ചെയർമാൻമാരായി പ്രദീപൻ KKയെയും സന്തോഷ് Pയെയും സെക്രട്ടറിയായി ആനന്ദ് MKയെയും ജോയിന്റ് സെക്രട്ടറിയായി മഹേഷ് Kയെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി ഗീത C, ശ്രീജിത്ത് കുമാർ K, ഹരിശങ്കർ VV എന്നിവരെയും ട്രഷററായി മധു പെരിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തോയമ്മലിന്റെ ആഭിമുഖ്യത്തിൽ മത്സര പരീക്ഷകൾ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ഏകദിന പഠന ക്യാമ്പും നടത്തി. പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തോയമ്മലിന്റെ ആഭിമുഖ്യത്തിൽ മത്സര പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ഏകദിന പഠന ക്യാമ്പും നടന്നു. ക്ലബ്ബ് രക്ഷാധികാരി പ്രവീൺ തോയമ്മലിന്റെ അധ്യക്ഷതയിൽ DCC വൈസ് പ്രസിഡന്റ് സാജദ് മവ്വൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വേദിയിലിരിക്കുമ്പോൾ ശ്രീ ഉണ്ണിരാജ് പറയുകയായിരുന്നു, മഴയും വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സാഹചര്യവും ഒരു വീട്ടിൽ ഇങ്ങനെയുള്ള യോഗം കൂടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹൃദ്യത, ഒരു ഫീൽ അത് പ്രത്യേകമാണ്. മറ്റു പൊതുസ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ പലപ്പോഴും അറിയാവുന്നവരെല്ലാം ഒരുമിച്ച് കൂടി ഈ നാട്ടിലെ മെഡിക്കലുകളെയും മെഡിക്കന്മാരെയും എല്ലാം അനുമോദിക്കുന്ന ഒരു പ്രത്യേകമായ ഹൃദ്യമായ സന്തോഷമുളവാക്കുന്ന ചടങ്ങിലാണ് നാം. അതിലേക്ക് നമ്മുടെ വലിയ കേരളത്തിൻ്റെ വലിയ അനുഗ്രഹീത കലാകാരൻ ശ്രീ ഉണ്ണിരാജി കൂടി എത്തുമ്പോൾ നമ്മുടെ ചടങ്ങിന് വല്ലാത്ത ഒരു മാധുര്യമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. പ്രശസ്ത സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് തോയമ്മൽ സ്വാഗത പ്രസംഗം നടത്തി. പ്രൊഫസർ അശോക ഹെഗ്ഡെ, തമ്പാൻ PV, V സുധാകരൻ, മണിയൻ M, നാരായണൻ നിട്ടൂർ, സിജോ അമ്പാട്ട്, കൃഷ്ണലാൽ തോയമ്മൽ, വിനീത് HR, ഷിജു T, വിജയ് തെരുവത്ത്, ശരത് T, സുധീഷ് തോയമ്മൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര ശാന്തി കലാമന്ദിരവും വായനശാല ആൻഡ് ഗ്രന്ഥാലയവും സംയുക്തമായി KPV സ്മാരക ക്യാഷ് അവാർഡ് വിതരണം നടത്തി. അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. കിഴക്കുംകര ശാന്തി കലാമന്ദിരം ക്ലബ്ബും വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിൽ സ്ഥാപകാംഗവും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KPV കണ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും അനുമോദനവും ഉപഹാര വിതരണവും നടത്തി. കിഴക്കുംകരയിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ശാന്തികലാമന്ദിരത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആതിഥ്യതകളുള്ളത്. ഞാനിവിടെ സഖാക്കളോട് പറയുകയായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഓഫീസിന് മുകളിൽ സംഘടിപ്പിച്ച സമാനമായൊരു പരിപാടിയിൽ പങ്കെടുത്ത ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു. അത് പറയുമ്പോൾ എത്രയോ ദീർഘകാലമായി ശാന്തികലാമന്ദിരത്തിൻ്റെ നേതൃത്വത്തിൽ ഇടവേളകളില്ലാതെ തുടർച്ചയായി ഈ ഉദ്യമം തുടരുന്നുവെന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയെയും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പടവുകൾ കയറി ഈ നാടിൻ്റെ അഭിമാനമായി അഭ്യുന്നതിയിലേക്ക് ഉയരുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പന്ഥാവിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നമ്മുടെ ഈ സാംസ്കാരിക സ്ഥാപനത്തിന് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. ആദിത് വി കെ, അഭിരാം, എൻ ആരോമൽ, ഗോപിക രാജേഷ്, വി വി നിവേദ്യ, പാർവതി വിജയൻ, ഷാമിൽ സതീഷ്, കെ വൈഷ്ണവ്, കെ വി ആദിത്യൻ, വി എസ് അഞ്ജന, ജിഷ്ണു ബാലകൃഷ്ണൻ, നിവേദ്യ അനിൽ, സിദ്ധാർത്ഥ് സജിത്ത് എന്നിവർക്കാണ് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകിയത്. കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷനായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലക്ഷ്മി, ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ എം കെ രവീന്ദ്രൻ, ശാന്തി കലാമന്ദിരം ഗ്രന്ഥാലയം സെക്രട്ടറി കെ വിശ്വനാഥൻ, ഡിവൈഎഫ്ഐ കിഴക്കുംകര മേഖലാ സെക്രട്ടറി ബി ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. ശാന്തി കലാമന്ദിരം സെക്രട്ടറി വി നാരായണൻ സ്വാഗതവും പ്രസിഡന്റ് എം കെ വിജയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിലാങ്കര ശ്രീ കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ആദ്യവാരത്തിൽ ലക്ഷം ദീപ സമർപ്പണം നടത്തുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും നടന്നു. നിലാങ്കര ശ്രീ കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ആദ്യവാരത്തിൽ ലക്ഷം ദീപം സമർപ്പണം നടത്തുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. കൊവ്വൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദീപം നമ്മുടെ അടുത്തുള്ള വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം നടത്തിയിട്ടുണ്ട്. മാവുങ്കാലി കുതിരക്കാളി അമ്മ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ ചൊവ്വായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നടത്താൻ നമ്മൾ ശ്രമിച്ചാൽ വളരെ ഭംഗി നടത്താൻ കഴിയും. അത് എളുപ്പമല്ല. കാരണം അത് നടത്തുമ്പോൾ ഒരുപാട് പ്രയാസം, ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി സജീവമാവുകയും മാതൃത്വം സജീവമാവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലക്ഷദ്വീപ് സമർപ്പണം എത്ര ആളുകൾ കാണണ്ടേ. 1,00,000 ആളെ കാണുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു 10, 25, 50 ദീപം സമർപ്പിക്കാൻ ആളുകൾ തയ്യാറാവുമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുംഭം 13 കരസായിട്ട് ഞാൻ സൂചിപ്പിച്ചു. ഗംഗാധരൻ കൊവൽ സ്റ്റോർ അധ്യക്ഷത വഹിച്ചു. നാരായണൻ അന്തിത്തിരിയൻ ദീപം തെളിയിച്ചു. കെ എം ബാബുരാജ് ലക്ഷം ദീപത്തെക്കുറിച്ച് വിശദീകരിച്ചു. കൃഷ്ണൻ പനങ്കാവ്, CPV വിനോദ് കുമാർ, കെ അനിത, ക്ഷേത്രസ്ഥാനികർ, വിവിധ ക്ഷേത്ര തറവാട് ഭാരവാഹികൾ സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ സുമേഷ് സ്വാഗതവും സുകുമാരൻ നൈങ്ങോത്ത് നന്ദിയും പറഞ്ഞു. ഭാരവാഹികൾ മുഖ്യരക്ഷാധികാരി തന്ത്രി നാരായണ പട്ടേരി, ചെയർമാൻ കൊവ്വൽ ദാമോദരൻ, ജനറൽ കൺവീനർ കൃഷ്ണൻ പനങ്കാവ്, ട്രഷറർ കൊവ്വൽ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലഗോകുലം ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ജില്ലാ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അദ്ദേഹം 2:30 മണിക്ക് തന്നെ ഈ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം മൈക്കിലേക്കൂടെ അനൗൺസ് ചെയ്തു, 5 മണിക്ക് ശേഷം വരെ നിങ്ങൾ ആരും ഈ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് പോകാൻ പാടില്ല. കാരണം ബസ്സില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പാട്ട് പാടാനോ മൈമിങ്സോ മോണറ്റോ മിമിക്രിയോ വല്ലതും അവതരിപ്പിക്കാമെങ്കിൽ ആവാം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ പപ്പൻ എന്നോട് പറഞ്ഞത്, എടാ നീ പോയിട്ടൊരു പാട്ട് പാടും. മാഷിൻ്റെ മുമ്പിലിരിക്കുന്ന മാഷിന് ഒരു സന്തോഷം ഉണ്ടാവും. എൻ്റെ ക്ലാസ്സിലേക്ക് കയറ്റും, ഇപ്പോൾ ഒരു പാട്ട് പാടും. അങ്ങനെയാണ് ഞാൻ എല്ലാ മനസ്സോടുകൂടെ പോയിട്ടൊരു പാട്ട് പാടി. പാട്ട് പാടിയപ്പോൾ കുട്ടികൾ ഒക്കെ സ്റ്റേജിൽ കയറി വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലും കൈതട്ടലും കയ്യടി ഇപ്പോഴും ഞാൻ മധുരിച്ച് ഓർമ്മിക്കുന്ന ഒരു അനുഭവമാണ്.
അതൊക്കെ. അതിനുശേഷം പക്ഷെ ഞാനെന്താ പാടിയത്, സിനിമ പാട്ട് പാടിയില്ല, ഒരു നാടകത്തിലെ പാട്ട് പാടി. സിനിമ പാട്ട് പാടുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെല്ലാവരും ചാനസ്മാരാണ്. നിങ്ങൾക്ക് താളബോധമുണ്ട്, രാഗബോധമുണ്ട്, ഭാവം എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കോവിഡ് പ്രതികരിക്കും. ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ബാലഗോകുലം എന്നും വർത്തമാനകാലത്തിൽ ബാലഗോകുലത്തിന്റെ പ്രസക്തി വളരെ വലുതാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഡോക്ടർ സി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ഉത്തര കേരളം സംസ്ഥാന അധ്യക്ഷൻ എൻ ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും മുഴുവൻ മാർക്ക് വാങ്ങിയ പി ദേവികയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ബാലഗോകുലം ഉത്തര കേരള സംസ്ഥാന സമിതി അംഗം AN അജയകുമാർ, ജില്ലാ രക്ഷാധികാരി KV ഗണേശൻ, ഭഗനി പ്രമുഖ ദീപജ്യോതി, ജില്ലാ ഖജാൻജി K രാധാകൃഷ്ണൻ, റവന്യൂ ജില്ലാ കാര്യദർശി NT വിദ്യാധരൻ, ജില്ലാ സഹകാര്യദർശി ജയറാം മാടിക്കൽ എന്നിവർ സംസാരിച്ചു. സുരേഷ് പടിഞ്ഞാറക്കര സ്വാഗതവും M ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ജൂൺ 18 പ്രവർത്തനം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രശേഷിപ്പുകൾ കൊണ്ടും വ്യവസായ മേഖലയിലെ പ്രാമുഖ്യം കൊണ്ടും പ്രൗഢ പാരമ്പര്യമുള്ള കാഞ്ഞങ്ങാടിന് സ്വർണ്ണാഭരണ രംഗത്തെ പുത്തൻ ട്രെൻഡുകളും ഡിസൈനുകളും കളക്ഷനുമായി പുതിയ ഷോപ്പിംഗ് വിസ്മയം തീർക്കാൻ പാരമ്പര്യത്തിന്റെ കരുത്തോടെ ദി ഗ്രാൻഡ് മിനാർ ഗോൾഡ് ഉദ്ഘാടനം ജൂൺ 18 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. കാഞ്ഞങ്ങാട് മെയിൻ റോഡിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉദ്ഘാടനം പ്രമാണിച്ച് നിരവധി ഓഫറുകളും ഇളവുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം വിസിറ്റ് വിൻ ഓഫറിന്റെ ഭാഗമായി 10 ഭാഗ്യശാലികൾക്ക് 10,000 രൂപ വീതം 1 ലക്ഷം രൂപ സമ്മാനവും, കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂർ വീതം ഇടവിട്ട് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വർണ്ണ നാണയവും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്സ് എന്നിവയുടെ ഏത് സാധാരണക്കാർക്കും വാങ്ങാനാകുന്ന വിധത്തിലുള്ള ലക്ഷറി ഐറ്റംസുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഷോറൂമാണ് ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മിനാർ അതിന്റെ മൂടി കൂട്ടി ദ ഗ്രാൻഡ് മിനാർ എന്ന രീതിയിലാണ് ഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ 30 വർഷമായിട്ട് മിനാർ ജനഹൃദയങ്ങളിലുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം കണ്ടിന്യൂ ചെയ്യുകയും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണോ കസ്റ്റമേഴ്സിന് വേണ്ടത് അതിനനുസരിച്ചുള്ള ഓർണമെന്റ്സ് ആണ് മിനാറിൽ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ പ്രീമിയം സർവീസ്, കാരണം നമുക്കറിയാം ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് ചില സർവീസ് കിട്ടാറുണ്ട്. എന്നാൽ മിനാർ 30 ടൈപ്പ് ഓഫ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കും. അതെല്ലാം എന്താ പറയാ, എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ, പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ വലിയൊരു ടീം മിനാറിൽ ഉണ്ട്. വടകര, താമരശ്ശേരി, പട്ടാമ്പി, മാനന്തവാടി, എടവണ്ണപ്പാറ, പനമരം, ചക്കരക്കൽ, താനൂർ, ബാലുശ്ശേരി, മുക്കം, തൊടുപുഴ, മണ്ണാർക്കാട്, ഈരാറ്റുപേട്ട, കാഞ്ഞങ്ങാട്, അട്ടപ്പാടി എന്നിങ്ങനെ 25ഓളം സ്ഥലങ്ങളിലാണ് ദി ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പ് അസോസിയേറ്റ് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ MK ഹമീദ്, GMP ബിനീഷ്, മാനേജിംഗ് ഡയറക്ടർ MK ജമീഷ് മഷാദ്, ഡയറക്ടർ CH അഹമ്മദ് ഹാജി, മാനേജർ M സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ KS ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നിര്യാതനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KS ഗോപാലകൃഷ്ണൻ അനുസ്മരണ യോഗം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തി. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും യോഗം അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റുമാരായ T മുഹമ്മദ് അസ്ലം, TK നാരായണൻ, P പ്രവീൺകുമാർ, N ഗംഗാധരൻ, ജോയ് മാരൂർ, പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് KS ഹരി, അഷ്റഫ് കൊട്ടോടി, ജയരാജ്, സജീഷ് അടമ്പിൽ, ദിനേശൻ, OV നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ദേശീയപാതയിൽ ബേവിഞ്ചയിൽ കുന്നിടിഞ്ഞു വീണ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാസർഗോഡ് കനത്ത മഴ തുടരുന്നു. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. കുമ്പളയിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂരയും പെരിയയിൽ വൻമരവും കടപുഴകി റോഡിലേക്ക് പതിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന്
വെള്ളരിക്കുണ്ട് താലൂക്കിലെ 10ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിലും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് വാട്സാപ്പിലൂടെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. ദേലമ്പാടിയിലെ അൽമദീന ഹൌസിലെ അബ്ദുള്ളയുടെ മകൾ ഖദീജത്ത് ഷമീമയുടെ പരാതിയിൽ ആദൂർ പോലീസ് കേസെടുത്തു. ഭർത്താവ് ബേവിഞ്ച കടമ്പു ഹൌസിലെ ബി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ബോധവൽക്കരണവുമായി സാമൂഹ്യനീതി വകുപ്പ്. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. IT വകുപ്പിന്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റ് വകുപ്പുകളുടെ കടന്നുകയറ്റം അക്ഷയ പദ്ധതിയെ നാശത്തിലെത്തിക്കുമെന്ന് ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ. സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ജില്ലാ സമ്മേളനം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല OP നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് BB പ്രദീപ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.